ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഗൂഡല്ലൂരിലെ വീട്ടിലെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ദോശ ചുടാൻ വേണ്ടി മാവൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ഉമ്മച്ചി തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിലാണ് കേട്ടോ എല്ലാം തയ്യാറാക്കി എടുക്കുന്നത്. ഞാൻ സാധാരണ മാനന്തവാടിയിൽ അങ്ങനെ അടുപ്പിലല്ല, ഞാൻ സാധാരണ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ദോശയൊക്കെ ആക്കാറ്. എനിക്ക് ഗ്യാസിൽ ദോശ ഇട്ടാലേ നന്നാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. പക്ഷെ ഉമ്മച്ചി എല്ലാം അടുപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മച്ചി തീയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ദോശക്കല്ലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയൊക്കെ തൂത്ത് ദോശ ചുടാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ തലേന്ന് അരച്ച് വെക്കുന്ന ദോശയില്ലേ, അതാണ് കേട്ടോ ചുടുന്നത്. നമ്മൾ ചോറും അതുപോലെ തന്നെ ഉഴുന്നും പച്ചരിയും ഒക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതാ ദോശക്കല്ലിലേക്ക് ദോശമാവൊക്കെ ഒന്ന് ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. രാവിലെ തന്നെ അടുപ്പിൽ തീയൊക്കെ കാണുമ്പം നല്ലൊരു ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സാധാരണ അടുപ്പായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല ഇടയടുപ്പത്തേക്കും നല്ല തീയൊക്കെ വരും. അപ്പോൾ ആ അടുപ്പിൽ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ദോശയൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ തയ്യാറാക്കിയത് ദോശയും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിത്തെ പിന്നെ കുറച്ച് കുഞ്ഞിപ്പത്തിലും കുറച്ച് ബീഫിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ട് രാവിലത്തേക്ക്. പിന്നെ ദോശയും ഗ്രീൻ പീസ് കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നപ്പോഴത്തേക്കും ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി ഉമ്മച്ചി തീയൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് അരിയൊക്കെ ഒന്ന് തിളച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ റെഡിയായി വരട്ടെ. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം നിരന്ന് വാരിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാനതെല്ലാം വൃത്തിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഉമ്മച്ചി ചേമ്പിൻ്റെ താള് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ചീരച്ചേമ്പാണ് കേട്ടോ. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന ചേമ്പാണ്, അല്ലാതെ നമ്മൾ ചേമ്പ് കറി വെക്കുന്ന ചേമ്പല്ല ഇത്. പിന്നെ ചേമ്പായിട്ട് നമ്മൾ ചേമ്പ് കറിയൊക്കെ വെക്കില്ല, ആ കിഴങ്ങുണ്ടാവത്തില്ല. ഇതിൽ തണ്ടും ഇലയും മാത്രം എടുത്തിട്ടാണ് നമ്മൾ തോരൻ വെക്കുന്നത്. അപ്പോൾ ചീരച്ചേമ്പാണ് കേട്ടോ ഇന്നത്തെ തോരൻ. അപ്പോൾ ഇതാ ചീരച്ചേമ്പിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ കൊത്തി അരിഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിയണം കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് ആ ഉപ്പിലിങ്ങനെ ഞെരടിയിട്ട് അതിൻ്റെ വെള്ളം നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് ആ ചേമ്പിൻ്റെ ആ ഇത് മാത്രമാണ് എടുക്കുന്നത്. അതിൻ്റെ വെള്ളം മൊത്തം പിഴിഞ്ഞ് കളയണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചൊറിയും കേട്ടോ. അതുകൊണ്ടാണ് ഉമ്മച്ചി ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉപ്പ് വെച്ച് നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം വേറൊരു വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകി വാരി വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും കുറച്ച് കാന്താരിമുളക് ചതച്ചതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചേമ്പിൻ്റെ താളും അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുള്ള കാന്താരിമുളകും സവാള കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നമ്മൾ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞത് കൊണ്ട് ഏകദേശം ഉപ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകും. ഇനി വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയിലിട്ടിട്ട് ഈ ചെമ്പിൻ്റെ താളും സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ 2-3 കാന്താരിമുളകും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവ് അത്യാവശ്യം നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ തേങ്ങയിലേക്ക്. എന്നിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങേൻ്റെ കൂട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം. മൊത്തത്തിൽ ഇളക്കണ്ട, തേങ്ങയിലേക്ക് ആ മഞ്ഞൾപ്പൊടി ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സിമ്മാക്കി ഒന്ന് മൂടി വെക്കണം കേട്ടോ. നമുക്കിത് മൊത്തത്തിലൊന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ തേങ്ങേൻ്റെ മുകളിലേക്ക് ചേമ്പിൻ്റെ താളാക്കിയിട്ടൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതാ മൂടിയൊക്കെ ഒന്ന് തുറന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും ചേമ്പിൻ്റെ താളൊക്കെ മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂട് ചോറും അതിൻ്റെ കൂടെ ഈ ചേമ്പിൻ്റെ താളിൻ്റെ ഉപ്പേരിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഉച്ചയ്ക്കത്തേക്ക് ഉമ്മച്ചി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ കപ്പളങ്ങയില്ലേ, കപ്പളങ്ങയും ചേമ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു കറിയാണ്.
അപ്പോൾ അതാദ്യം ഇതേപോലെ കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ തേങ്ങയും ചെറിയ ജീരകം കൂടെ അരച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ കറി വെക്കുമ്പോഴല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ചേമ്പും തക്കാളിയും കപ്പളങ്ങയും ഒക്കെ ഇട്ടിട്ടാണ് ഞാനിവിടെ പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മച്ചിയുടെ കറിയാണ് കേട്ടോ ഇന്നെല്ലാം. അതിലേക്ക് ഇതാ താളിച്ചും കൂടി ഒഴിക്കുന്നുണ്ട്. തേങ്ങ ഒഴിച്ചൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് താളിച്ചൊഴിക്കാം കേട്ടോ. അടുത്തായിട്ട് കുറച്ച് മീൻ പൊരിക്കാനായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ഇതാ മീനിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ മസാലയിലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് വേണ്ട, പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ ചതച്ചതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പേതൽ മീനാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ പേതൽ എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മീനിന്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ. ഇനിയിപ്പോൾ ഇത് അടുപ്പിനടുത്തുനിന്ന് പൊരിച്ചെടുക്കുന്നത്. ഇവിടെ തീ നല്ലതുപോലെ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ഒരു കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടിയുള്ളൊരു കല്ല്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് കല്ലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചുള്ള മീനുകൾ ഓരോന്നായി നമുക്ക് ഈ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ വെളിച്ചെണ്ണയിൽ അടുപ്പിൽ തന്നെ ഈ മീൻ പൊരിച്ചെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ മീനും കൂടി ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പേതൽ മീനും കൂടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചോറും ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ ഈ പേതൽ മീൻ പൊരിച്ചതും അതുപോലെ തന്നെ ചേമ്പും തക്കാളിയും കപ്പളങ്ങയൊക്കെ ചേർത്ത് വെച്ച കറിയും അതുപോലെ തന്നെ ചേമ്പൻ താള് തോരനൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചോറൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം ടൈമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വൈകുന്നേരം കുറച്ച് താഴേക്ക് പോയാൽ ഒരു തോടുണ്ട് കേട്ടോ. ചെറിയ തോടാണ്, വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല. മഴയൊക്കെ പെയ്താലേ വലിയ വെള്ളം ഉണ്ടാവുള്ളൂ. എന്നാലും ഞങ്ങളിവിടെയാണ് അലക്കുന്നൊക്കെ കേട്ടോ. ഈ തോടിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഏലം തോട്ടവും അതുപോലെ തന്നെ നമ്മുടെ കവുങ്ങൻ തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഈ തോടിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അലക്കാനൊക്കെ വരില്ല. നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ, നല്ലൊരു തോടാണ്. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ നേരത്തെയൊക്കെ ചിലപ്പം മീനൊക്കെ പിടിക്കാൻ വരലുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞു മീനാണ്, അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഞങ്ങൾ ഇതേപോലെ ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു കുടംപുളീൻ്റെ മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുളീൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് പുളിയൊന്നും കാണാനില്ല, അല്ലെങ്കിൽ നിറച്ചും പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെയൊക്കെ നടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ രാത്രിയിലേക്കുള്ള ഫുഡ് തയ്യാറാക്കലാണ് കേട്ടോ. കോഴിയുടെയാണ് ഇന്ന് രാത്രിയിലേക്ക് ഞങ്ങൾ ആക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഈ കോഴിയുടെ. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരും മറക്കാതെ തന്നെ ഒന്ന് കണ്ടോക്കുക കേട്ടോ. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കോഴിയുടെ. അപ്പോൾ ഞങ്ങളിതാ രാത്രിയിലും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.